മിസൈലുകളും തകർത്ത് കളഞ്ഞതായി ഇസ്രായേലിനെ തകർക്കാൻ സാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൗരന്മാർ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്ന് പറയുന്നു. ബഹ്റൈനിൽ ചില സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നു. ഖത്തർ അവരുടെ വ്യോമപാത അടയ്ക്കുന്നു. ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒപ്പം ഇറാനിലും ഉടനീളം സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഖത്തറിലെ രാജ്യത്തിന്റെ വ്യോമപാത ഭാഗികമായും താൽക്കാലികമായും അടച്ചതായി UAE പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഖത്തറിന് നേരെ ആക്രമണം, അവിടെ ബഹ്റൈനിലെ അവിടെ അങ്ങോട്ടേക്കും ആക്രമണം ഉണ്ടാകുന്നു. ഗൾഫ് മേഖല അവരുടെ വ്യോമപാത അടയ്ക്കുന്നു. അപ്പോൾ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ. സാധാരണ നമുക്ക് ടോൾഡേ വാറിൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ ഗൾഫ് മേഖലയിലേക്ക് ഒരു ആക്രമണം വരുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അൽ ഉബൈദ് എയർബേസിന് നേരെ അറ്റാക്ക്, ബഹ്റൈനിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക്, ഗൾഫ് രാജ്യങ്ങൾ അവരുടെ വ്യോമപാത അടയ്ക്കുന്ന ഒരു വാർത്ത വരുന്നു. അപ്പോൾ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത് ഡോക്ടർ ജോസ്റ്റൺ മല്ലേശ്ശേരി? തീർച്ചയായിട്ടും ഇത് 12 വാറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 12 വാറിൽ ഇറാനെ സംബന്ധിച്ച് തീർത്തും